ഓക്കെ, F1-ൻ്റെതായിട്ടുള്ള നാലാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള റിവ്യൂ ഉറപ്പിക്കലാണ്. ഇതിനുശേഷം F1 കണ്ടിട്ടുള്ള ഒരു റിവ്യൂ ഉണ്ടാവില്ല. കാരണം ഞാനിതിൻ്റെ ഓൾ അവൈലബിൾ ഫോർമാറ്റിൽ ഞാൻ ഓൾറെഡി പടം കണ്ടു കഴിഞ്ഞു. ഞാൻ ഓൾറെഡി 2 തവണ IMAX-ൽ കണ്ടു, ഒരു തവണ ഞാൻ 4DX-ൽ കണ്ടു. ഇനി എനിക്കൊരു നോർമൽ 4K ലേസർ അറ്റ്മോസ് സ്ക്രീനിൽ കാണണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കണ്ടു. അപ്പോൾ കൊച്ചിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്ക്രീൻ എന്ന് പറയുന്നത് ഇവിടെ ഈ ഫോറം മോളിലുള്ള PVR-ന്റെ PXL സ്ക്രീനാണ്. ഈ PXL സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ പടം കാണുകയാണെന്നുണ്ടെങ്കിൽ, ഐ മീൻ F1 കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ലെറ്റർ ബോക്സ്ഡ് ആയിട്ടാണ് കാണാൻ പറ്റുള്ളൂ. അതായത് മുകളിലും താഴെയും അതിന് ബ്ലാക്ക് ബാർസ് ഉണ്ടാവും. അപ്പോൾ ബ്ലാക്ക് ബാർസ് ഉണ്ടായിട്ട് ഈ പടം കാണേണ്ട ആവശ്യം ഇല്ല. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വനിതയായിരുന്നു. അപ്പോൾ വനിത മൂന്നല്ല 4 സ്ക്രീനാണ് വനിത എന്ന് പറയുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള തിയേറ്ററാണ്, അറിയാമല്ലോ. അപ്പോൾ വനിതാ തിയേറ്ററിൽ സ്ക്രീൻ 3-ലായിരുന്നു ഈ പടം ഉണ്ടായിരുന്നത്. അപ്പോൾ സ്ക്രീൻ 3 എന്ന് പറയുന്നത് 4K ലേസർ ആണ്, ലേസർ പ്രൊജക്ഷൻ, ഡോൾബി അറ്റ്മോസ് ആണ് അവിടുത്തെ സൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ F1 അത്യാവശ്യം ഒക്യുപ്പൻസി ഉണ്ടായിരുന്നുണ്ടോ. വനിതയിൽ അങ്ങനെയാണ്. വനിതയിൽ ഏത് പടമാണെങ്കിലും നിങ്ങൾ മലയാളത്തിലും ആരും അറിയാത്ത കുറേ പടങ്ങളൊക്കെ റിലീസ് ആവുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ആ പടങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വനിതയിൽ ഏത് പടവും അവിടെ ഉണ്ടാവും. ഒരിക്കലും ഷോ ക്യാൻസൽ ആകുന്ന ഒരു തിയേറ്റർ അല്ല. അപ്പോൾ F1 അത്യാവശ്യം നല്ല ഒരു ഒക്യുപ്പൻസി ഉണ്ടായിരുന്നു ഞാൻ പടം കണ്ടപ്പോൾ. 4K അറ്റ്മോസ് ആ ഒരു സ്പെക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പടം കണ്ട് തുടങ്ങി. ഈ പടം സ്ക്രീൻ ചെയ്യുന്നത് F1 എന്ന് പറയുന്ന പടം നോർമൽ തിയേറ്ററുകളിൽ സ്ക്രീൻ ചെയ്യുന്നത് ക്രോപ്ഡ് വേർഷനാണ്. അതായത് ഞാൻ ഓൾറെഡി കൊച്ചി IMAX-ൽ ഈ പടം കണ്ടിരുന്നു. അതിനുശേഷം ഞാൻ കണ്ടത് ബാങ്കോക്കിലുള്ള IMAX-ലാണ്. ബാങ്കോക്കിൽ IMAX എന്ന് പറയുന്നത് ഏകദേശം ഒരു 100 അടി തികച്ചില്ല, അതുപോലും വലിയ ഒരു സ്ക്രീനിലാണ് കണ്ടത്. അപ്പോൾ ഒരു വെർട്ടിക്കൽ ഇമേജ് ഉണ്ടല്ലോ, ആ വെർട്ടിക്കൽ ഇമേജ് അത് ക്രോപ്പ് ചെയ്തിട്ടാണ് നമ്മളുടെ ഈ സാധാരണ സ്കോപ്പ് സ്ക്രീനുകളിൽ നമ്മൾ കാണുന്നത്. ആക്ച്വലി ഈ F1 എന്ന് പറയുന്ന പടം, അതിനകത്ത് നിങ്ങൾ ആ പടം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, നമുക്ക് ഒട്ടും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഫുട്ടേജ് ഈ പടത്തിലുണ്ട്. അതായത് ഈ ഫുട്ടേജ്, ഈ റേസിങ്ങിന്റെ ഈ ഒരു ആംഗിളിൽ നിന്ന് ഈ സംഭവം ഇത് എങ്ങനെ എടുക്കും എന്ന് നമ്മൾ അന്താളിച്ചു പോകുന്ന തരത്തിലുള്ള ആ ടൈപ്പ് ഫുട്ടേജാണ് പടത്തിലുള്ളത്. ആപ്പിളിന്റെ ഒരുപാട് ക്യാമറകൾ വണ്ടിയുടെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഈ പടത്തിന്, ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു റഷ് പോലെയോ അല്ലെങ്കിൽ ഫോർഡ് വേഴ്സസ് ഫെറാറി പോലെ നമ്മൾ ഇമോഷണലി ഹുക്ക് ചെയ്യുന്ന പടങ്ങൾ, ആ ഒരു കൈൻഡ് ഓഫ് സെക്ഷനിൽ പെടുന്ന പടമല്ല ഇത്. ഇത് ആക്ച്വലി ടെക്നിക്കലി എത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കും എന്ന് പറയുന്ന ഒരു പടമാണ്. അപ്പം അതിനുവേണ്ടി ഈ റേസിംഗ് സീക്വൻസ് ഷൂട്ട് ചെയ്യാൻ നേരത്ത് ആപ്പിളിന്റെ ചെറിയ ചെറിയ ക്യാമറകളെല്ലാം വെച്ച് അൺഇമാജിനബിൾ ആയിട്ടുള്ള, വളരെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അന്താളിച്ച് പോകുന്ന തരത്തിലുള്ള ഫുട്ടേജ് ഉള്ള പടമാണ് F1 എന്ന് പറയുന്നത്. പക്ഷെ അത് ഫിലിംഡ് ഫോർ IMAX-ൽ ഇവർ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി 1.43:1 അതാണ് ആക്ച്വൽ ഫുട്ടേജ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്കത് അങ്ങനെയുള്ള 70mm ആ ഒരു തിയേറ്ററിൽ നമുക്ക് പോകാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അടുത്തില്ല. ഒന്നാമത് ഇന്ത്യയിൽ ഓൾറെഡി ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് ഡോക്യുമെന്ററി മാത്രം പ്രദർശിപ്പിക്കുന്ന ഒന്നുമായിട്ട് മാറി. പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കോക്ക്, അവിടെ 1.43:1 ആ സ്ക്രീനാണ് അവിടെ ഉള്ളത്. പക്ഷെ അത് ഡിജിറ്റലായി പോയതുകൊണ്ട് തന്നെ ആ ഫുൾ സ്ക്രീനിൽ പടം കാണാൻ പറ്റില്ല. എന്നാൽ പോലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു വേർഷനാണ് നമ്മൾ പടം കാണുന്നത്. ബട്ട് ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള ഈ ഇമേജ് ക്രോപ്പ് ചെയ്ത് വരുമ്പോൾ ഒരു കഷ്ടപ്പാടുണ്ടല്ലോ. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 4DX കണ്ടപ്പോൾ ഞാൻ നോട്ട് ചെയ്ത കാര്യമാണ്. 4DX പ്ലേ ചെയ്തപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു പ്ലേ ചെയ്തത്, ക്രോപ്ഡ് ഇമേജ് തന്നെയായിരുന്നു. പക്ഷെ ഈ മോഷൻ, ഈ 4DX-ന്റെ മോഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് അതിന് കിട്ടുന്നുണ്ട്. 4DX-ൻ്റെതായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ഇത് നമ്മൾ ഓക്കെ 4K ആണ്, ലേസർ പ്രൊജക്ഷൻ ആണ്, അറ്റ്മോസ് ആണ്, വനിതയുടെ സൗണ്ട് സൂപ്പർ ആയിരുന്നു. അടുത്ത സൗണ്ട് ആദ്യത്തെ ദിവസങ്ങളിൽ അവരുടെ സൗണ്ട് എഫക്റ്റിനെ കുറിച്ച് എനിക്ക് പറയാമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ കാലിബ്രേഷൻ ഒന്നും അല്ല. ഞാൻ പലതവണ അവരുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള അവരുടെ ഒരു കമ്മ്യൂണിറ്റിയിലൊക്കെ ഞാൻ പലതവണ പരാതി പറഞ്ഞിട്ടുള്ള ആളാണ്. പക്ഷേ ഇത്തവണ ചെന്നപ്പോൾ കറക്റ്റ് നല്ല രീതിയിൽ ഒരു സൗണ്ട് കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഓക്കെ ആയിരുന്നു. ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അത് വനിതാ തിയേറ്ററിൻ്റെ പ്രശ്നമല്ല, ഈ പടം എന്ന് പറയുന്ന ക്രോപ്ഡ് ഇമേജ് ആയിട്ടാണ് സ്കോപ്പ് സ്ക്രീനുകളിൽ വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളിപ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ല തിയേറ്ററുകളായിട്ടുള്ള ഏരീസ് അല്ലെങ്കിൽ രേവതി, പിന്നെ രാഗം, അങ്ങനെയുള്ള ഒരുപാട് തിയേറ്ററുകളുണ്ട്. ഈ തിയേറ്ററുകളെല്ലാം ഫ്ലാറ്റ് സ്ക്രീനുകളല്ല, സ്കോപ്പ് സ്ക്രീനുകളാണ്. അപ്പോൾ ഈ സ്കോപ്പ് സ്ക്രീനുകളിലെല്ലാം ഈ പടം കണ്ടവർ, അപ്പം ഞാനിതെല്ലാം കണ്ടുകൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തമായി പറയുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കോപ്പ് സ്ക്രീനിൽ പടം കണ്ടപ്പോൾ ആ വിചാരിക്കുന്ന പടമല്ല, ഇവർ ഏത് രീതിയിൽ ഉദ്ദേശിച്ചോ ആ പടമല്ല നമ്മൾ ആ സ്കോപ്പ് സ്ക്രീനുകളിൽ കണ്ടത്. അൺഫോർച്ചുനേറ്റ്ലി ഈ പടം ഫിലിംഡ് ഫോർ IMAX എന്ന് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ, ഒരു പടം ഫിലിംഡ് ഫോർ IMAX എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഒരു വർഷത്തിൽ 10-12 പടമാണ് മാക്സിമം വരിക. മാക്സിമം ഏറ്റവും കൂടുതൽ പടം വരുന്ന വർഷമാണ് ഈ പറയുന്ന 2025 ഈ വർഷം. ഈ വർഷം ഇറങ്ങുന്ന പോലുള്ള പടങ്ങൾ അടുത്ത വർഷം ഇറങ്ങുമെന്ന് അറിയില്ല. പക്ഷെ 2024 ഇത്രയും പടങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫിലിംഡ് ഫോർ IMAX എന്ന് പറയുന്ന പടം വളരെ കുറച്ചാണ് ഒരു വർഷത്തിൽ, 8-10 ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആ ഒരു ഫുൾ എക്സ്പീരിയൻസ് കിട്ടാവുന്ന രീതിയിൽ പടം കാണുക. എൻ്റെ ഓപ്ഷൻ ആണെങ്കിൽ
സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്രോഡ്വേ സിനിമാസ് ആണ്. ബ്രോഡ്വേ സിനിമാസ് 4K ലേസർ പ്രൊജക്ഷൻ ആണ് അവിടെ ഉള്ളത്, 12 ഓഡിയോ ട്രാക്ക് ആണ് അവിടെ ഉള്ളത്. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേസർ പ്രൊജക്ഷൻ നോക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊച്ചി, പിന്നെയുള്ള നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ നമ്മൾ മലയാളികൾക്ക് കൊച്ചിയിലുള്ള സിനിപോളിസിന്റെ ഐമാക്സ് ആണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇതുപോലുള്ള പടങ്ങൾ, ഫിലിംഡ് ഫോർ ഐമാക്സ് പടങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായതും അത് ഐമാക്സിൽ തന്നെ പോയി കാണുക. കാരണം ഏരീസിൽ കണ്ടതുകൊണ്ടോ, രാഗത്തിൽ കണ്ടതുകൊണ്ടോ, രേവതിയിൽ കണ്ടതുകൊണ്ടോ, വനിതയിൽ കണ്ടതുകൊണ്ടോ ഒന്നും ആവില്ല. കാരണം ക്രോപ്ഡ് ഇമേജ് ആണ്, അങ്ങനെയല്ല ഈ പടം എടുത്തിരിക്കുന്നത്. ആപ്പിളിന്റെ ക്യാമറ, ബാക്കിയുള്ള ഒരു ടെക്നിക്കൽ മാർവലാണ് ഈ പടം. ഈ പടം അങ്ങനെ ആയിരുന്നില്ല കാണണ്ടേ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൊച്ചിയിൽ കണ്ടതുപോലെ ആയിരുന്നില്ല ഞാൻ ബാങ്കോക്കിൽ കണ്ടപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന എഫക്ട്. അത് ഐമാക്സ് എന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ കാണുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. 4DX കണ്ടപ്പോൾ ആ മോഷൻ കറക്റ്റ് ആയിരുന്നു. ഡോൾബി സിനിമാസിൽ കാണാനുള്ള ഒരു ഓപ്ഷൻ എനിക്കില്ല. പക്ഷെ 4K നോർമൽ ഒരു സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഹാർട്ട് ബ്രോക്കൺ എന്നൊക്കെ പറയൂലേ, ശരിക്കും അങ്ങനെയല്ല പടം കാണേണ്ടത്. ഇപ്പോൾ ഓൾറെഡി ഞാൻ നല്ല വേർഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞതുകൊണ്ട് ഓക്കെയാണ്. പക്ഷെ ഒരു സിനിമ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതിന്റെ പൂർണ്ണതയിൽ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ റിയൽ ആയിട്ടുള്ള ഐമാക്സിന്റെ 70mm തിയേറ്ററിൽ തന്നെ പോകണം, അങ്ങനെയൊന്നുമല്ല ഞാൻ പറയാം. നമുക്ക് നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ പോസിബിൾ ആയിട്ടുള്ള ഏതാണോ അതിലാണ് കാണേണ്ടത്. അപ്പൊ ഇതുപോലുള്ള പടങ്ങളാണെന്നുണ്ടെങ്കിൽ 4K നല്ല തിയേറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിലും അതെല്ലാം ഒഴിവാക്കി പരമാവധി ഐമാക്സിൽ തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം ആ ഒരു ഐമാക്സ് കാണുന്നതിന്റെ ആ ഒരു ഇമ്പാക്ട് ഇതിന് കിട്ടില്ല. ശരിക്കും വല്ലാത്ത കഷ്ടമാണ് ക്രോപ്ഡ് ഇമേജ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നത്. F1 എന്ന് പറയുന്ന പടം, ആ പടം 2 ആഴ്ചയായിരുന്നു ഇവിടെ പ്രോപ്പർ ഷോ ടൈമിങ് കാര്യങ്ങളുണ്ടായിരുന്നത്. സ്റ്റിൽ ഇപ്പോഴും മാറ്റിയിട്ടില്ല. കാരണം ഡിമാൻഡ് അനുസരിച്ച് ഇപ്പോഴും ഒരു ഷോ ഉണ്ട് ഐമാക്സുകളിൽ. ഇപ്പോഴും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓൾറെഡി കണ്ട പടമാണെങ്കിൽ, അതായത് ഇതുപോലുള്ള സ്കോപ്പ് സ്ക്രീനുകളിൽ പടം കണ്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഐമാക്സ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. സോ ഇതുപോലുള്ള ഫിലിംഡ് ഫോർ ഐമാക്സ്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ്, ഫിലിംഡ് ഫോർ ഐമാക്സ് എന്ന് പറഞ്ഞ പടം ഒരു വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളത് ഐമാക്സിൽ തന്നെ കാണുക. അതിന് ആ സിനിമകൾ കാണാനുള്ള സ്ക്രീനുകളെല്ലാം നമ്മുടെ നാട്ടിലുള്ള 4K ഡോൾബി അറ്റ്മോസ് നോർമൽ സ്കോപ്പ് തിയേറ്ററുകൾ. ഓക്കെ.